നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊരു വിഷയവുമായിട്ടാണ്. ലോകത്തിലെ 5 പ്രധാനപ്പെട്ട വില കൂടിയ വിഭവങ്ങൾ. എന്തുകൊണ്ടായിരിക്കാം ഇവർക്ക് ഇത്രമേൽ വില കൂടാൻ കാരണം? ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ അതിൻ്റെ റയർ പീസ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൃഷി രീതി ഡിഫിക്കൽട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വിളവെടുപ്പ് ബുദ്ധിമുട്ടായിരിക്കാം. ഏതെങ്കിലും ഒരു കാരണമായിരിക്കാം ഇതിന് ഇത്രമേൽ വില കൂടാൻ കാരണം. ഓക്കെ, ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിക്കൊണ്ട് മത്സുതാക്കെ മഷ്റൂം. മത്സുതാക്കെ മഷ്റൂം പേര് വളരെയധികം പ്രയാസമാണ് പറയാൻ. മത്സുതാക്കെ മഷ്റൂം ഇത് സാധാരണയായിട്ട് ജപ്പാൻ, ചൈന, കൊറിയ എന്നീ രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത്. ജപ്പാനിലെ പരമ്പരാഗത അവരുടെ വിഭവങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഈ മത്സുതാക്കെ മഷ്റൂം എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നത് പൈൻ മരങ്ങളുടെ ചുവട്ടിലാണ് ഇത് വളരുന്നത്. അതായത് എല്ലാ പൈൻ മരങ്ങളിലുമല്ല, ഏകദേശം 25 വർഷം പ്രായമുള്ള പൈൻ മരങ്ങളുടെ ചുവട്ടിലാണ് ഇത് വളരുന്നത്. ഇതിൻ്റെ വിളവെടുപ്പ് രീതി വളരെയധികം ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിന് ഇത്രമേൽ വില കൂടാൻ കാരണം. സാധാരണയായിട്ട് നമ്മുടെ കറുവപ്പട്ടയുടെ ഒരു സുഗന്ധമാണ് ഈ മത്സുതാക്കെ മഷ്റൂമിൻ്റേത്. ഏകദേശം കറുവപ്പട്ടയുടെ ആ ഒരു സുഗന്ധമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇത് 1 കിലോയ്ക്ക് ഏകദേശം 1.5 ലാക്ക്, 1.5 ലക്ഷം രൂപയോളം അടുത്ത് വരുമെന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് പറയാനുള്ളത് ബേർഡ് നെസ്റ്റ് സൂപ്പ്, ഏഷ്യൻ ബേർഡ് സലേവ സൂപ്പ് അഥവാ പക്ഷിക്കൂട് സൂപ്പ്. സാധാരണയായിട്ട് ഒരു പക്ഷിയുടെ ഉമിനീരാണ് ഈ സൂപ്പ്. സ്വിഫ്റ്റ് പക്ഷികളുടെ ഉമിനീര് ഉണങ്ങി കൂട് പോലെ രൂപാന്തരപ്പെടുന്നു. ഈ കൂട് വൃത്തിയാക്കിയെടുത്ത് അതേപോലെ തന്നെ കുതിർത്തെടുത്താണ് ഈ സൂപ്പ് ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ ഇത് വൃത്തിയാക്കാനും അതേപോലെ തന്നെ കുതിർത്തെടുക്കാനും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ സ്വിഫ്റ്റ് പക്ഷികളുടെ ഉമിനീര് ഔഷധ ഗുണങ്ങളുള്ളതായിരിക്കാം. ഇതിലേതെങ്കിലും ഒരു കാരണമായിരിക്കാം ഇതിന് ഇത്രമേൽ വില കൂടാൻ കാരണം. സാധാരണയായിട്ട് ചൈനീസ് സംസ്കാരത്തിൻ്റെ, അവരുടെ സമ്പത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് ഈ ബേർഡ് സൂപ്പ് ഉപയോഗിക്കുന്നത്. അവരുടെ രാജകുടുംബങ്ങൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ഒരുതരം സൂപ്പാണ് ഈ ബേർഡ് സൂപ്പ്. മറ്റൊരു വില കൂടിയ വിഭവമാണ് കുങ്കുമപ്പൂവ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനങ്ങളിലൊന്നാണ് കുങ്കുമപ്പൂവ്. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ സൗന്ദര്യത്തിനുമൊക്കെ സുഗന്ധപ്പൂവ് പാലിലും തേനിലുമൊക്കെ ചാലിച്ച് നമ്മൾ കഴിക്കാറുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. നമുക്കറിയാം, നമ്മുടെ ചർമ്മ സൗന്ദര്യത്തിനും അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും അതേപോലെ തന്നെ മാനസിക ഉന്മേഷത്തിനുമൊക്കെ ഈ കുങ്കുമപ്പൂവ് വളരെയധികം നല്ലതാണ്. ഇത് കിലോയ്ക്ക് നല്ല വിലയാണ്. 1,65,000 രൂപ മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. മറ്റൊരു വില കൂടിയ വിഭവം എന്ന് പറയുന്നത് ഒരു മുട്ടയാണ്. ഈ മുട്ട കോഴിയുടെയോ താറാവിൻ്റെയോ അല്ല, ഇത് ഒരു മത്സ്യത്തിൻ്റെ മുട്ടയാണ്. സ്റ്റാർജൻ എന്ന മത്സ്യത്തിൻ്റെ മുട്ടയാണിത്. ഇതിൻ്റെ പേര് അൽമാസ് കാവിയാർ. അൽമാസ് കാവിയാർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏകദേശം 25 സ്പീഷീസുകളിൽ 4 എണ്ണത്തിൻ്റെത് മാത്രമേ ഭക്ഷ്യയോഗ്യമായിട്ടുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ ഈ ഭക്ഷ്യയോഗ്യമായത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസമുള്ള ജോലിയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇതിന് ഇത്രമേൽ വില കൂടാൻ കാരണം. ഈ അൽമാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡയമണ്ട് എന്നാണ്. സാധാരണയായിട്ട് ഈ അൽമാസ് കാവിയാർ കണ്ടുവരുന്നത് ലണ്ടനിലെ പിക്കാഡിലയിലാണ്. മറ്റൊരു വില കൂടിയ വിഭവമാണ് ചോക്കോപോളജി ട്രഫിൾ. പേര് വളരെയധികം ദുഷ്കരമാണ്. അപ്പോൾ ചോക്കോപോളജി ട്രഫിൾ എന്ന് പറയുന്നത് ചോക്ലേറ്റുകൾക്കിടയിലെ റോൾസ് റോയ്സ് എന്ന പേരിലാണ് ഈ ചോക്കോപോളജി ട്രഫിൾ അറിയപ്പെടുന്നത്. സാധാരണയായിട്ട് ഇത് ഓർഡർ അനുസരിച്ച് അപ്പോൾ മാത്രമാണ് ഇത് സാധാരണയായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഇതിലെ ഇൻഗ്രീഡിയൻസ് പ്രധാനമായിട്ടും ചോക്കോപോളജി 70%, അതേപോലെ തന്നെ വാൽട്രോണ ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ ക്രീം, പഞ്ചസാര, വാനില, ട്രഫിൾ ഓയിൽ എന്നിവ ഉപയോഗിച്ചാണ് സാധാരണയായിട്ട് ഈ ചോക്കോപോളജി ട്രഫിൾ ഉണ്ടാക്കാറുള്ളത്.